ഗുഡ് ഈവനിംഗ്. സ്പെഷ്യൽ എഡിഷനിൽ ആദ്യം പ്രധാന വാർത്തകൾ. സുനന്ദ പുഷ്കറിന്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നെന്ന് ഡോക്ടർമാർ. പോസ്റ്റ്മോർട്ടം നടത്തിയത് പെട്ടെന്നുള്ള അസ്വാഭാവിക മരണമെന്ന പ്രാഥമിക നിഗമനത്തോടെ അന്തിമ റിപ്പോർട്ട് ആന്തരികാവയവങ്ങളുടെ പരിശോധനയ്ക്ക് ശേഷം മൃതദേഹം ലോധി റോഡ് ശ്മശാനത്തിൽ സംസ്കരിച്ചു. സോണിയാഗാന്ധി തരൂരിന്റെ വീട്ടിലെത്തി അനുശോചനം അറിയിച്ചു. മരണത്തിന് കാരണമായ രോഗങ്ങൾ സുനന്ദയ്ക്കില്ലായിരുന്നുവെന്ന് കിംസ് ആശുപത്രിയുടെ വിശദീകരണം. സുനന്ദയുടെ മരണത്തിൽ ദുരൂഹതയേറുന്നു. ശശി തരൂരിൽ നിന്ന് വീണ്ടും മൊഴിയെടുക്കും. പാചകവാതക വിലവർധനയിൽ പ്രതിഷേധിച്ച് CPM ആരംഭിച്ച അനിശ്ചിതകാല സത്യാഗ്രഹം പിൻവലിച്ചു. സബ്സിഡി സിലിണ്ടറുകളുടെ എണ്ണം 12 ആക്കിയതിനാലാണ് സമരം പിൻവലിച്ചതെന്ന് പിണറായി വിജയൻ. ആധാറിനെതിരായ പ്രക്ഷോഭം തുടരും. റോബർട്ട് വദ്രയുടെ ഭൂമി ഇടപാടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ട ഉദ്യോഗസ്ഥനെതിരെ CBI അന്വേഷണം. ശുപാർശ നൽകിയത് ഹരിയാന സർക്കാർ. അന്വേഷണം വെയർഹൌസിംഗ് കോർപ്പറേഷൻ MD ആയിരിക്കെ ഗുജറാത്തിലെ സ്ഥാപനത്തിന് കരാർ നൽകിയതിന് ക്രമക്കേടിന്റെ പേരിൽ. 56ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ പാലക്കാട്ട് തിരിതെളിയും. 232 ഇനങ്ങളിലായി 8185 പ്രതിഭകൾ അരങ്ങിലെത്തും. കലോത്സവ വിശേഷങ്ങൾ തത്സമയം പ്രേക്ഷകരിലെത്തിക്കാൻ മീഡിയ വൺ ഒരുങ്ങി. കേന്ദ്രമന്ത്രി ശശി തരൂരിന്റെ ഭാര്യ സുനന്ദ പുഷ്കറിന്റെ മൃതദേഹം സംസ്കരിച്ചു. വൈകിട്ട് 5-ന് ഡൽഹി ലോധി റോഡ് ശ്മശാനത്തിലായിരുന്നു സംസ്കാരം. തരൂരിന്റെയും സുനന്ദയുടെയും ബന്ധുക്കളടക്കം നിരവധി പേർ പങ്കെടുത്തു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം 3 മണിയോടെയാണ് തരൂരിന്റെ ഔദ്യോഗിക വസതിയിൽ എത്തിച്ചത്. സുനന്ദ പുഷ്കറുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നുവെന്ന് നേരത്തെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ അറിയിച്ചു. ഇത് മരണകാരണമായോ എന്ന് വ്യക്തമാക്കാൻ അവർ തയ്യാറായില്ല. ആന്തരികാവയവങ്ങളുടെ പരിശോധനാ ഫലം വന്നതിന് ശേഷമേ മരണകാരണം അറിയാനാകൂ എന്നും ഡോക്ടർമാർ പറഞ്ഞു. അതേസമയം അന്ത്യോപചാരം അർപ്പിക്കാൻ മലയാളികളായ നേതാക്കൾ ഒഴിച്ച് കോൺഗ്രസിന്റെ പ്രധാനികളാരും എത്തിയില്ല. പ്രതിപക്ഷ നേതാക്കളും എത്തിയിരുന്നില്ല. കേന്ദ്രമന്ത്രിമാരായ AK ആന്റണി, വയലാർ രവി, KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ് തുടങ്ങിയവർ വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് D. ശ്രീജിത്ത് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ആദ്യം ശ്രീജിത്ത്, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം ഡോക്ടർമാർ മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞതിൻ്റെ വിശദ വിവരങ്ങൾ എന്തൊക്കെയാണ്? പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാധ്യമങ്ങളെ ഡോക്ടർമാർ അറിയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, അവർ ഒരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതായത് പെട്ടെന്നുള്ള അസ്വാഭാവിക മരണം എന്നുള്ള ഒരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങിയത്. അതേക്കുറിച്ചുള്ള വ്യക്തമായ കാര്യങ്ങൾ പുറത്തു പറയാനായിട്ട് പറ്റില്ല. പക്ഷേ ശരീരത്തിൽ ക്ഷതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ക്ഷതങ്ങൾ സ്ഥിരീകരിച്ചു. പക്ഷേ ആ ക്ഷതങ്ങൾ മരണകാരണമാകുമോ അല്ലെങ്കിൽ ആ ക്ഷതങ്ങൾ എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ് ഒരു ലീഗൽ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അത് എത്രമാത്രം ഉണ്ടെന്നോ അതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അത് ഇപ്പോൾ വെളിപ്പെടുത്താനാവില്ല. പക്ഷേ ആന്തരാവയവങ്ങൾ കൂടുതൽ രാസപരിശോധനയ്ക്ക് വേണ്ടി അയച്ചിട്ടുണ്ട്. ഹൃദയത്തിൻ്റെയും കൂടുതൽ രാസപരിശോധന ആവശ്യമാണ്. ഇതിനുവേണ്ടി അയച്ചിട്ടുണ്ട്. ഏതായാലും ഇതിൻ്റെ ഒരു വിഷാംശം അകത്ത് ചെന്നിട്ടില്ല എന്നുള്ള ഒരു കാര്യം ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. പക്ഷേ ഇത് ആത്മഹത്യയാണെന്നോ അല്ലെങ്കിൽ സ്വാഭാവിക മരണമാണെന്നോ ഏതെങ്കിലും തരത്തിലേക്കുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്ന തരത്തിലേക്കുള്ള ഒരു കാര്യവും ഡോക്ടർമാർ അറിയിച്ചില്ല. ഡോക്ടർമാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അതിനുശേഷം പുറത്തു വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരീരത്തിൽ ഏറ്റിട്ടുള്ള ക്ഷതത്തെക്കുറിച്ചാണ്. എന്നാൽ ആ ക്ഷതം ഒരു മരണത്തിന് കാരണമാകുന്ന തരത്തിലുള്ള ഒരു ക്ഷതങ്ങൾ അതിലുണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് വെളിപ്പെടുത്താനായി ഡോക്ടർമാർ തയ്യാറായില്ല. അത് വെളിപ്പെടുത്താനായിട്ട് അവർക്ക് അധികാരമില്ല. അത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കുക മാത്രമാണ് ഇവർ ചെയ്യുന്നത്. ഏതായാലും 2 ദിവസത്തിനകം ഈ രാസപരിശോധനകളുടെ കൂടെ ആന്തരികാവയവങ്ങളുടെ, പ്രത്യേകിച്ച് ഹൃദയത്തിൻ്റെ രാസപരിശോധനകളുടെ ഫലം കൂടി വരും. അതിനുശേഷം മാത്രമാണ് കൂടുതൽ എന്തെങ്കിലും വിശദാംശങ്ങൾ അല്ലെങ്കിൽ ഒരു പൂർണ്ണമായിട്ടും ശ്രീജിത്തിന്റെ റിപ്പോർട്ടുകളിലേക്ക്. ഡോക്ടർ സഞ്ജയ്, അസിസ്റ്റന്റ് പ്രൊഫസർ ഫോറൻസിക് മെഡിസിൻ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മഞ്ചേരി, അദ്ദേഹം തൃശൂർ സ്റ്റുഡിയോയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും. VS സുനിൽകുമാർ, CPI നേതാവ്, അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. കോൺഗ്രസ് നേതാവ് T. ശരത്ചന്ദ്ര പ്രസാദിനെയും ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ സഞ്ജയ്, പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് ഡോക്ടർമാർ മാധ്യമങ്ങളോട് പറഞ്ഞതിൻ്റെ ചുരുക്കമാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി D. ശ്രീജിത്ത് ഡൽഹിയിൽ നിന്ന് നൽകിയ വിവരങ്ങൾ. എന്താണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ പ്രാഥമിക നിഗമനങ്ങൾ എന്ന രീതിയിൽ ഡോക്ടർമാർ പറഞ്ഞതിൽ നിന്ന് ഒരു ഡോക്ടർ എന്ന നിലയിലും ഫോറൻസിക്
മെഡിസിൻ വിദഗ്ധൻ എന്ന നിലയിലും താങ്കൾ മനസ്സിലാക്കുന്നത്? ഞാൻ എയിംസിലെ ഡോക്ടറാണ് എന്നാണ് തോന്നുന്നത്. അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടിരുന്നു ടി വിയിൽ. സഡൻ അൺനാച്ചുറൽ ഡെത്ത് എന്നാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക്. അത് അങ്ങനത്തെ ഒരു ടെർമിനോളജി ആയിട്ട് ഞാൻ അത്ര ഫെമിലിയർ അല്ല. സഡൻ ഡെത്ത് എന്നൊരു വാക്കുണ്ട്, പിന്നെ അൺനാച്ചുറൽ ഡെത്ത് എന്ന് പറഞ്ഞ ഒരു ടേം ഉണ്ട്. സഡൻ ഡെത്ത് എന്ന് പറയുന്നത് അതിന്റെ ഡെഫിനിഷൻ തന്നെ സഡൻ അൺഎക്സ്പെക്റ്റഡ് ഡെത്ത് ഡ്യൂ ടു നാച്ചുറൽ കോസസ് എന്ന് വെച്ചാൽ നമ്മൾ അൺഎക്സ്പെക്റ്റഡ്നെസ് ആണ്. നേരത്തെ മരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ. അങ്ങനെ അസുഖമുണ്ട് എന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ വിതിൻ 24 hours ഓഫ് ഓൺസെറ്റ് ഓഫ് സിംറ്റംസ് അസുഖം വന്ന് പെട്ടെന്ന് ഒരു 24 മണിക്കൂറിനുള്ളിൽ പ്രതീക്ഷയില്ലാത്ത ഒരു അവസ്ഥയിൽ മരിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് സഡൻ ഡെത്ത്. ബട്ട് ദാറ്റ് ഈസ് ഓൺലി ഡ്യൂ ടു നാച്ചുറൽ ഡിസീസസ്. സ്വാഭാവികമായിട്ടുള്ള മരണത്തിനെയാണ് ഈ സഡൻ ഡെത്ത് എന്ന് പറയുന്നത്. അൺനാച്ചുറൽ ഡെത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നാച്ചുറൽ ഡെത്ത്, അൺനാച്ചുറൽ ഡെത്ത്. അപ്പൊ അൺനാച്ചുറൽ ഡെത്ത് ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു ആക്സിഡന്റൽ, ഹോമിസൈഡൽ, എന്താ പറയുക, സൂയിസൈഡൽ. പിന്നെ ചില സിറ്റുവേഷൻസ് നമുക്കത് ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല, അപ്പൊ അൺക്ലാസിഫൈഡ് എന്ന് പറയും. അപ്പൊ സഡൻ ഡെത്ത് എന്ന് പറയുന്നത് നാച്ചുറൽ കോസസ് കൊണ്ടും, അൺനാച്ചുറൽ ഡെത്ത് എന്ന് പറയുന്നത് നാച്ചുറലി ഇത്തരം കാര്യങ്ങളാണ്. ഹോമിസൈഡൽ, സൂയിസൈഡൽ, ആക്സിഡന്റൽ, അത്തരം കാര്യങ്ങളാണ്. അത് ഒരു പരിധിവരെ അൺനാച്ചുറൽ ഡെത്ത്സ് ഡോക്ടർക്ക് പൂർണ്ണമായിട്ടൊരു ഒപ്പീനിയൻ കൊടുക്കാൻ പറ്റില്ല. ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷനും അതൊക്കെ അതിന്റെ ഒരു എന്താ പറയുക ബാക്ക്ഗ്രൗണ്ടിലെ അത് ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ. ഒരു പക്ഷേ സഡൻ അൺനാച്ചുറൽ ഡെത്ത് എന്ന് ഡോക്ടർ പറഞ്ഞത് അൺനാച്ചുറൽ ആണ് എന്നുള്ള ഒരു അർത്ഥം അതിനായിരിക്കും ചിലപ്പോൾ പ്രാധാന്യം കൊടുത്തത്. അത് ആ ഒരു ടെർമിനോളജി അത്ര എനിക്ക് ക്ലിയർ ആയില്ല. ഡോക്ടർ സഞ്ജയ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ 3 ഡോക്ടർമാർ അടങ്ങുന്ന സംഘമാണ് പോസ്റ്റ്മോർട്ടത്തിന് മേൽനോട്ടം വഹിച്ചത്. അതിൽ ഡോക്ടർ സുധീർ ഗുപ്തയാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് പെട്ടെന്നുണ്ടായ അസ്വാഭാവിക മരണം എന്നതിനെ കേന്ദ്രീകരിച്ചാണ് ഞങ്ങൾ പരിശോധനകൾ നടത്തിയത്. അതിൽ നിന്ന് മൃതദേഹത്തിൽ ശരീരത്തിൽ പരിക്കുകൾ ഉണ്ടായതായി ബോധ്യപ്പെട്ടിരുന്നു. പക്ഷേ ആ പരിക്കുകളെക്കുറിച്ച് കൂടുതൽ പറയാൻ തൽക്കാലം നിവൃത്തിയില്ല. കാരണം ഇത് അന്വേഷണത്തിലിരിക്കുന്ന ഒരു കേസാണ്. ഒരു മെഡിക്കോ ലീഗൽ കേസിൽ പരിക്കുകൾ എത്രയുണ്ട് എന്നത് ഘടകമല്ല, മറിച്ച് ആ പരിക്കുകൾ മരണകാരണമായിട്ടുണ്ടോ എന്നതാണ് പ്രധാനം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് മനസ്സിലാകണമെങ്കിൽ, പരിക്കുകൾ മരണകാരണമായിട്ടുണ്ടോ എന്ന് മനസ്സിലാകണമെങ്കിൽ ആന്തരിക അവയവങ്ങളുടെ പരിശോധന, അതിൻ്റെ ഫലം പുറത്തു വരേണ്ടതുണ്ട് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു നിഗമനം, പെട്ടെന്നുണ്ടായ അസ്വാഭാവിക മരണം എന്നൊരു നിഗമനത്തിലേക്ക് ഡോക്ടർമാർ എത്തിയതല്ല, അത്തരമൊരു മരണമാണ് ഇത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തി എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലായത്. അതുകൊണ്ടാണ് ഡോക്ടർ പറഞ്ഞതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന ചോദ്യം ഞാൻ ആദ്യം ചോദിച്ചത്. മറ്റൊന്ന്, പരിക്കുകളുടെ കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞു. സാധാരണ നിലയ്ക്ക് പരിക്കുകൾ വലിയ തോതിൽ ഇല്ല എങ്കിൽ അത് ഇങ്ങനെ പരാമർശിക്കപ്പെടേണ്ടതായി ഉണ്ടോ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ? ഓക്കെ, പരിക്കുകളുടെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒരു ഓപ്പൺ വൂണ്ട്, ഇങ്ങനെ ഒരുപാട് ചോര വാർന്നു പോകുന്ന രീതിയിലുള്ള ഒരു ഓപ്പൺ, വളരെ വൈഡ് ആയിട്ടുള്ള ഒരു വൂണ്ടോ അല്ലെങ്കിൽ ഒരു മാസീവ് ആയിട്ടുള്ള ഒരു അങ്ങനത്തെ വൂണ്ടൊന്നും ഇല്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു അറിവ്. പക്ഷേ വളരെ മൈനർ ആയിട്ടുള്ള ഇഞ്ചറീസ് ഓൺ സർട്ടൻ ഏരിയാസ് ഓഫ് ദ ബോഡി എന്താ പറയുക ഫേറ്റൽ ആവാം. ഫോർ എക്സാമ്പിൾ നെക്ക്, കഴുത്തിന്റെ ഭാഗത്ത് വളരെ മൈനർ ആയിട്ടുള്ള ഇഞ്ചറീസ് പോലും മരണത്തിൽ ചെന്ന് കലാശിക്കാൻ സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ കരോട്ടിഡ് ആർട്ടറീസ് എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടറീസ്, ബ്രെയിനിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്ന ആർട്ടറീസ്, അതിൽ കരോട്ടിഡ് സൈനസ് എന്ന് പറഞ്ഞ ഒരു റീജിയൻ ഉണ്ട്. അവിടെ ചെറിയൊരു മൈനർ പ്രഷർ കൈകൊണ്ടോ അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു ലിഗേച്ചർ കൊണ്ടോ ഒക്കെ ഒരു ചെറിയ പ്രഷർ വന്നു കഴിഞ്ഞാൽ പോലും മരണം സംഭവിക്കാം. പ്രത്യേകിച്ചും ചില ആൾക്കാർക്ക് ആ ഏരിയ കുറേ കൂടി സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഒരു ചെറിയൊരു മൈനർ പുൾ ഓർ പുഷ് വെറുതെ ചിലപ്പോൾ കഴുത്ത് പിടിച്ചൊന്ന് തള്ളിക്കഴിഞ്ഞാൽ പോലും ചിലപ്പം ഒന്ന് ബലമായിട്ട് അവിടെ പിടിച്ചിട്ടൊന്ന് തള്ളിക്കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ ആൾക്കാർ കുഴഞ്ഞു വീണ് മരിച്ചിട്ടുള്ള ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏത് ഭാഗത്തായിരുന്നു ഇഞ്ചറി അതിനാണ് പ്രാധാന്യം. ഇപ്പം കഴുത്തിന്റെ ഭാഗത്ത് വളരെ മൈനർ ആയിട്ടുള്ള ഇഞ്ചറീസ് പോലും സിഗ്നിഫിക്കന്റ് ആണ്. പക്ഷെ അത്തരം ഇഞ്ചറീസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റിസ്റ്റിന്റെ ഭാഗത്തോ ആ ഭാഗങ്ങളിലൊക്കെയാണ് ഒരു ഇഞ്ചറി കാണുന്നെങ്കിൽ ഒരു പക്ഷേ ചിലപ്പം ഇവർ ബോഡി ഡിസ്കവർ ചെയ്ത സമയത്ത് മരണം സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിലപ്പം ബോഡി എന്താ പറയുക ആൾക്കാർ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പോലും ഇഞ്ചറീസ് സംഭവിക്കാം.
അപ്പോൾ ഏത് ഭാഗത്തായിരുന്നു ഇഞ്ചറീസ് അതിനാണ് പ്രാധാന്യം. ഇപ്പം നെക്ക് റീജിയനിൽ വെരി മൈന്യൂട്ട് ഇഞ്ചറീസ് പോലും വളരെ സിഗ്നിഫിക്കന്റ് ആണ്. ശരി ഡോക്ടർ, ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ടി ശരത്ചന്ദ്ര പ്രസാദ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്, കോൺഗ്രസിന്റെ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ ഒരുപക്ഷെ ശശി തരൂരിന് ഉണ്ടായ ദുരന്തത്തിന്റെ ആഘാതത്തിൽ തന്നെ ആയിരിക്കാം. പക്ഷേ എങ്കിലും ഈ സംഭവത്തിനെ കുറിച്ച് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സമയത്ത്, സുനന്ദ പുഷ്കറിന്റെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സമയത്ത് തന്നെ ഇതിൽ ദുരൂഹത ആരോപിക്കപ്പെട്ടിരുന്നു. അതിന് കാരണം അതിന് തൊട്ടു മുമ്പുണ്ടായ മന്ത്രിയും ഭാര്യയും തമ്മിൽ ട്വിറ്ററിലൂടെ അല്ലെങ്കിൽ സന്ദേശങ്ങളിലൂടെ ഉണ്ടായ പുറത്തു വന്ന അഭിപ്രായ വ്യത്യാസങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു അത്തരമൊരു ദുരൂഹത ആരോപിക്കപ്പെട്ടിരുന്നത്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാരുടെ വാക്കുകളോടുകൂടി അത് കുറെ കൂടി ദുരൂഹതയുണ്ട് എന്ന ആരോപണത്തിന് ശക്തിയേകുന്നതാണ്. കോൺഗ്രസ് നേതാക്കൾക്ക് എന്തൊക്കെ വിവരങ്ങളാണ്, പ്രത്യേകിച്ച് വ്യക്തിപരമായ അടുപ്പമുള്ള ആളുകൾക്ക് എന്തൊക്കെ വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്? നമ്മള് ഈ അവസരത്തിൽ വാസ്തവത്തിൽ അങ്ങനെ ഒരു ആരെങ്കിലും പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരു ആഴത്തിൽ അങ്ങനെ ഒരു ചർച്ച ചെയ്യുന്നത് ശരിയല്ല. ഡോക്ടർമാരിപ്പോ പറഞ്ഞു, ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വ്യക്തിപരം, പ്രത്യേകിച്ച് സുനന്ദ പുഷ്കർ ശശി തരൂരിന്റെ വൈഫ് എന്നുള്ള നിലയിൽ ഞങ്ങൾ എല്ലാവരുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധവും നല്ല സൗഹൃദവും നല്ല സ്നേഹവും ഞങ്ങളോടൊക്കെ വളരെ സഹകരണവും, ഞങ്ങളുടെയൊക്കെ ശശി തരൂരിനെ സഹായിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ ഞങ്ങളുടെ അടുത്തൊക്കെ ഉള്ള നിലപാടുകൾ വളരെ സിൻസിയറായിട്ടുള്ള നിലപാടാണ് സുനന്ദ പുഷ്കറിന് ഞങ്ങളോട്. പലപ്പോഴും ഞങ്ങൾ നടത്തുന്ന പ്രോഗ്രാംസിലൊക്കെ, ഞാൻ നടത്തുന്ന പ്രോഗ്രാംസിലൊക്കെ അവർ കുടുംബസമേതം വന്ന് കുട്ടികളോടൊപ്പം ഒക്കെ വളരെ ഉല്ലാസവരായി ഭയങ്കരമായി വളരെ ആഴത്തിലൊക്കെ ഇരുന്ന് അത്രയും നല്ല ബന്ധമുള്ളതാണ്. പക്ഷെ സുനന്ദ പുഷ്കറുടെ മരണ വാർത്ത കേട്ടപ്പോൾ വാസ്തവത്തിൽ ഞങ്ങൾ AICC സമ്മേളനം കഴിഞ്ഞ് സന്തോഷത്തോടെ വന്ന് കയറി ഒരു അല്പം കഴിഞ്ഞപ്പോൾ കേട്ട ഞെട്ടിക്കുന്ന വാർത്തയാണ്. ഞങ്ങൾക്കൊക്കെ അതിൻ്റെതായ ഒരു ഷോക്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മറ്റു വശങ്ങളിലേക്ക് ഒരു ചർച്ച ചെയ്യാനുള്ള മാനസികാവസ്ഥ നമുക്കിപ്പോൾ ആശുപത്രിയിലില്ല. എന്തായാലും 2 ദിവസം കാത്തിരുന്നാൽ ഇതിന്റെ സത്യസ്ഥിതി ജനങ്ങളെ നമുക്ക് അറിയിക്കാൻ കഴിയും. അതുവരെ കാത്തിരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ നിലപാട്. ശശിന്ദ്ര പ്രസാദ്, ഈ 2 ദിവസത്തിനകം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ആന്തരാവയവങ്ങളുടെ പരിശോധനാ ഫലമടക്കം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരും എന്നത് വസ്തുതയാണ്. അതുവരെ കാത്തിരിക്കാതെ അഭ്യൂഹങ്ങളിലേക്ക് പോകുന്നുണ്ട്. മാധ്യമങ്ങളാണെങ്കിലും ഇപ്പോൾ പ്രതിപക്ഷത്ത് നിന്ന് അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ കുറെ കൂടെ പക്വതയോട് കൈകാര്യം ചെയ്യപ്പെടേണ്ടതാണ് എന്നൊരു അഭിപ്രായം താങ്കൾക്കില്ലേ? അത് പക്വതയോട് തന്നെ കിടക്കുന്ന നിയമത്തിന്റെ വഴിയിൽ തന്നെ അന്വേഷിക്കേണ്ട കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം ഒന്നും വളരെ റാഷായിട്ട് പെട്ടെന്ന് നടത്തി തീർക്കാതെ വളരെ സൂക്ഷ്മതയോടെ അതിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷ്മതയോടെ തന്നെ ചെയ്തല്ലേ. അതുകൊണ്ടല്ലേ ഡോക്ടർ പത്രക്കാരോട് അല്ലെങ്കിൽ മെഡിക്കൽ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടോ പുറത്തൊരു ബ്രീഫിംഗ് വന്നപ്പോ ഞങ്ങൾക്ക് സ്വാഭാവികമായി ഇപ്പൊ പോലീസുകാർക്ക് പെട്ടെന്ന് പ്രകടമായി കാണാൻ കഴിയാതിരുന്ന കാര്യങ്ങളൊക്കെ ഡോക്ടർമാർക്കാണല്ലോ, പോസ്റ്റ്മോർട്ടം ചെയ്യുന്നവർക്കാണ് ചെയ്ത് പറയാൻ പറ്റുന്നത്. ശരീരത്തിൽ ഇന്നിവിടെ കണ്ടു, പക്ഷെ അത് ഇപ്പൊ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് എവിടെ എന്നുള്ള പറയാൻ കഴിയില്ല. ഞങ്ങൾക്ക് പ്രകടമായിട്ട് അങ്ങനെ പറയുന്നതും ശരിയല്ല. ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ കഴിയുമ്പോൾ ഞങ്ങൾ പറയാം എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഇതിനെക്കുറിച്ച് കാണാത്ത അറിയാത്ത ഹീർസേ മാത്രമുള്ള ചാനലാണെങ്കിലും നമ്മളാണെങ്കിലും ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ആരാണെങ്കിലും നമ്മുടെ മനോമുഖത്തിൽ വരുന്ന ചില ആശയങ്ങളല്ലേ നമുക്കിങ്ങനെ പറയാൻ കഴിയൂ. സത്യത്തിലേക്ക് വരുന്നില്ലല്ലോ. എന്തിനാ അതിനു മുമ്പ് ഒരാളിനെയോ അല്ലെങ്കിൽ ഒരു കുടുംബത്തെയോ നമ്മളിങ്ങനെ ഇട്ട് തേജവധം ചെയ്യുന്നത് ശരിയല്ലല്ലോ. റൈറ്റ്. ശരത്ചന്ദ്ര പ്രസാദ്, ദയവായി ടെലിഫോൺ ലൈനിൽ തുടരണം എന്ന് അപേക്ഷിക്കുന്നു. VS സുനിൽകുമാറിലേക്ക്. ശ്രീ VS സുനിൽകുമാർ, ഇന്നലെ മരണവാർത്ത വന്നതിന് തൊട്ട് പിറകെ തന്നെ ജുഡീഷ്യൽ അന്വേഷണം വേണം എന്ന് CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് യുവജന സംഘടനകൾ അന്വേഷണം ആവശ്യപ്പെട്ട് ശശി തരൂരിൻ്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാൻ 2 ദിവസം കൂടി എടുക്കും. വസ്തുതകൾ പുറത്തു വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമാകുന്നതിന് മുമ്പ് ഇത്തരം അന്വേഷണങ്ങളിലേക്ക് പോകുന്നതിലെ അല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങളിലേക്ക് പോകുന്നതിലെ ഔചിത്യം കൂടി ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ഇന്ന് MA ബേബി പറഞ്ഞത് ആരുടെയെങ്കിലും ചുമലിൽ കുറ്റം കെട്ടിയേൽപ്പിക്കാൻ വ്യഗ്രത കാട്ടരുത്, അതുപോലെ അന്വേഷണം കാര്യക്ഷമമായി നടത്താതിരിക്കാനുള്ള വ്യഗ്രതയും ആരും കാട്ടരുത് എന്നാണ്. അതല്ലേ, ആ നിലപാടല്ലേ കുറച്ചുകൂടി പക്വമായത്? അല്ല, ഒരു മരണത്തെ ഒരിക്കലും രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ പാടില്ല എന്ന കാര്യത്തിൽ എല്ലാവർക്കും നിർബന്ധമുണ്ട്. പക്ഷെ പറയാനുള്ള കാര്യങ്ങൾ പറയേണ്ടി വരും. കാരണം ഇതിനകത്ത് സുനന്ദ പുഷ്കറിന്റെ മരണം ഒരു ദുരൂഹത ഉണ്ടാക്കുന്നതും അത് ചർച്ച ചെയ്യപ്പെടുന്നതിനും അതിന്റെ പശ്ചാത്തലം ഉണ്ടാക്കിയത് അവർ തന്നെയാണ്. ഞാനൊരു 1-2 കാര്യങ്ങൾ പറയട്ടെ. ഒന്ന്, ഈ പോസ്റ്റ്മോർട്ടം ചെയ്തതിനു ശേഷമുള്ള പ്രാഥമികമായിട്ടുള്ള നിഗമനം പുറത്തു വരുന്നുണ്ടായി. സാധാരണ നിലയിൽ ഇവിടെ ഡോക്ടർ സൂചിപ്പിച്ച പോലെ ഒരു അധികം മരണത്തിന് കാരണമല്ലാതിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരാള്
ആശുപത്രിയിൽ വെച്ചല്ലാതെ പെട്ടെന്ന് മരണപ്പെട്ടു കഴിഞ്ഞാൽ, അയാൾ ആശുപത്രിയിലേക്ക് കൊണ്ടുചെന്ന് കഴിഞ്ഞാൽ ഉടനെ ഡോക്ടർമാർ പറയുക അത് അൺനാച്ചുറൽ ഡെത്ത് ആണെന്നാണ് പറയുക. പക്ഷെ അത് പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷമാണ് അത് അൺനാച്ചുറൽ ആണോ നാച്ചുറൽ ആണോ തീരുമാനിക്കുന്നത്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മരണത്തിന് ശേഷം ഉടനെ വന്ന അഭിപ്രായമല്ല, മറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തതിനു ശേഷമാണ് ഇത് അൺനാച്ചുറൽ ഡെത്ത് ആണെന്നും അൺനാച്ചുറൽ സഡൻ ഡെത്ത് ആണെന്നും അവരുടെ ശരീരത്തിൽ ചില മുറിവുകൾ ഉണ്ടായിരുന്നുവെന്നും ഗുരുതരമായ കാര്യം പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം അൺനാച്ചുറൽ സഡൻ ഡെത്ത് ആണ് എന്ന് പറഞ്ഞാൽ അത് ഒന്നുകിൽ അത് ആത്മഹത്യയാണ്, അല്ലെങ്കിൽ അത് ഒരു കൊലപാതകമാണ്. അപ്പൊ അതിൽ നിന്നും വളരെ ഗൗരവമായ ചില കാര്യങ്ങൾ. ഇവർ വിവാഹിതരായിട്ട് 3 വർഷം മാത്രമായിട്ടു. ഇന്നത്തെ നിയമം അനുസരിച്ച് ഗാർഹിക പീഡന നിയമപ്രകാരം ഒരു ഭാര്യ ഭർത്താവായി തുടരുന്നതിനിടയിൽ 7 വർഷത്തിനിടയിൽ ഭാര്യ കാരണം കൂടാതെ ആത്മഹത്യ ചെയ്യാനിടയായിട്ടുണ്ടെങ്കിൽ ഭർത്താവിനെതിരായി കേസെടുക്കാനുള്ള നിയമം അത് കേന്ദ്രമന്ത്രിയായാലും നിലനിൽക്കുന്നുണ്ട്. ഈ കേസിൽ ഈ ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷനെ പറ്റി ഇവർ തന്നെ ആരോപണം ഉന്നയിക്കുകയും ആ റിലേഷനുള്ള വ്യക്തി ISI ചാര സംഘടനയിൽപ്പെട്ട ഒരാളാണെന്ന് കൂടിയിട്ടുള്ള ഗുരുതരമായ ആരോപണം നിലനിൽക്കുകയും ചെയ്യുമ്പോഴാണ് അത് പറഞ്ഞ് 48 മണിക്കൂറിലാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത്. ആ മരണത്തെ കുറിച്ചാണെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം പറയുന്നത് ഇത് സഡൻ അൺനാച്ചുറൽ ഡെത്ത് ആണെന്ന് കൺഫേം ചെയ്തിരിക്കുകയാണ്. അപ്പോ അതിനുശേഷം ഇവരുടെ മേത്ത് മുറിവുകൾ ഉണ്ടെന്നും പറയുന്നു. ആ മുറിവുകൾ മരണ കാരണമാണോ അല്ലയോ എന്ന കാര്യം പറയാതിരിക്കുന്നത് അതൊരു പോലീസ് കേസ് ആയതുകൊണ്ടാണ്. അപ്പോ ഇവിടെ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന കാര്യം ഇതിനകത്ത് എന്തോ ദുരൂഹതകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ തീർച്ചയായിട്ടും ഈ ദുരൂഹത ഉണ്ടായിരിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയുടെ കുടുംബവുമായി, അതായത് ഒരാൾ കേന്ദ്രമന്ത്രിയുടെ ഒരു ഭാര്യ പെട്ടെന്ന് മരിച്ചാൽ ആരും ഇടപെടേണ്ട കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയും ഗൗരവമായ ഒരു പ്രശ്നം ഇതിനകത്ത് നിലനിൽക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് അത് രാഷ്ട്രീയമായി എന്ന നിലയിൽ മാത്രമല്ല ഒരു പൗരബോധത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അക്കാര്യത്തിലൊരു നിലപാട് സ്വീകരിക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ട് അന്വേഷിക്കണം എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം ശശി തരൂരിനെ പ്രതിക്കൂട്ടിലാക്കാനോ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കാനോ ആണ് എന്ന് വ്യാഖ്യാനിക്കുന്നത് യാതൊരു അർത്ഥവുമില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞ അന്വേഷണം വേണമെന്ന് പറയാൻ കാരണം ഈ വിഷയത്തില് ഇപ്പോ അവിടെ ഈ സംഭവം ഉണ്ടായതിനു ശേഷം നിങ്ങൾ കണ്ട ഒരു കാര്യം, ഇതുണ്ടായിട്ട് ഇത്രയായിട്ടും കോൺഗ്രസിന്റെ നേതാക്കന്മാരാരും അവിടെ പോയിട്ടില്ല. അത് ഒരു എല്ലാവർക്കും, പിന്നെ മാത്രമല്ല അദ്ദേഹത്തിന്റെ PA പറഞ്ഞൊരു കാര്യം, ഇവര് തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഇതൊരു സ്വാഭാവിക മരണമാണെന്ന് അദ്ദേഹത്തിന്റെ PA ആണ് ആദ്യം, അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്രട്ടറിയാണ് ആദ്യം മാധ്യമങ്ങളോടും ജനങ്ങളോടും പറയുന്നത്. അതിന്റെ കാരണം എന്തായിരുന്നു? അത് മാത്രമല്ല ഇവര് വളരെ ഗുരുതരമായ രോഗം ബാധിച്ച് ആണ് ഇവര് ഡൽഹിയിലേക്ക് പോയത് എന്നും ഇവർ സ്ട്രക്ചറൽ കയറ്റിയിട്ടാണ് പോയത് എന്ന് ഇവരുടെ സെക്രട്ടറി പറയുന്നു. അതേ സമയത്ത് ഇവർ അതിന് മുമ്പ് ചികിത്സിച്ച മിംസിലെ ഡോക്ടർമാർ പറയുന്നു ഷി വാസ് വെൽ, യാതൊരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. അപ്പോ അങ്ങനെയാണെങ്കിൽ ശശി തരൂരുമായി ഇത്രയും അപകടകരമായ വിധത്തിൽ സ്ട്രക്ചറിൽ കയറ്റി കൊണ്ടുപോയിട്ടുള്ള ഒരാളായിരുന്നെങ്കിൽ അവർ കൊണ്ടുപോകേണ്ടത് ഒരു ആശുപത്രിയിലേക്കല്ല, ഒരു ഹോട്ടലിലേക്കായിരുന്നില്ല, ഒരു ആശുപത്രിയിലേക്കായിരുന്നു കൊണ്ടുപോകേണ്ടിരുന്നത്. ശരി സുനിൽകുമാർ, മടങ്ങിയെത്താം താങ്കളിലേക്ക്. ശ്രീജിത്ത് ഒരിക്കൽ കൂടി ഞങ്ങളുടെ റിപ്പോർട്ടർ ഡൽഹിയിൽ നിന്ന്. ശ്രീജിത്ത്, ഇപ്പോൾ VS സുനിൽകുമാർ സൂചിപ്പിച്ച ഒരു കാര്യം, അതായത് കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾ സുനന്ദ പുഷ്കറിന് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയില്ല എന്ന ഒരു കാര്യം കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ എത്തിയിരുന്നു. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികൾ, കോൺഗ്രസിൻ്റെ മറ്റ് ദേശീയ നേതാക്കൾ ഇവരെത്തിയില്ല എന്നത് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആരൊക്കെയാണ് എത്തിയത്? എന്തുകൊണ്ടാണ്? കോൺഗ്രസ് നേതാക്കൾ വിട്ടുനിന്നതാണോ, അകലം പാലിച്ചതാണോ? എന്താണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ? സാർ, നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും കൃത്യമായി പറയാൻ കഴിയില്ല. പക്ഷേ ഈ ദുരൂഹമായ, ഈ ദൗർഭാഗ്യകരമായ മരണത്തിന് കൂടുതൽ ദുരൂഹത പകരുക മാത്രമാണ് ഈ കോൺഗ്രസ് നേതാക്കളുടെ വിട്ടുനിൽക്കൽ കൊണ്ടുണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഈ മരണം സംഭവിച്ചിട്ട് പ്രത്യേകിച്ചും കേന്ദ്രമന്ത്രിസഭയിലെ ഏറ്റവും ഒരു അന്തർദേശീയ തലത്തിൽ പ്രശസ്തനായ ഒരു മന്ത്രി, വളരെയധികം കോൺഗ്രസ് നേതൃത്വമായി സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമായി വളരെയധികം അടുപ്പം പുലർത്തുന്ന ഒരാൾ, നേരത്തെ ഒരു വട്ടം ഒരു കേസിൽ തുടർന്ന് രാജിവെക്കേണ്ടി വന്നതിന് ശേഷവും തുടർന്ന് രണ്ടാമത് മന്ത്രിസഭയിലെത്തിയ ആൾ, ആ രീതിയിൽ വളരെ പ്രശസ്തനായ ഒരാൾ, അദ്ദേഹത്തിൻ്റെ ഭാര്യയാകട്ടെ എല്ലാ രീതിയിലും ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു ഭാര്യ, വളരെയധികം പ്രശസ്തരായിട്ടുള്ള കുടുംബം. ഈ കുടുംബത്തിൽപ്പെട്ട ഒരാൾ മരിച്ചു കഴിയുമ്പോൾ
അത് സ്വാഭാവികമായും ഉണ്ടാകുന്ന പ്രതികരണം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തികച്ചും ഒരു തരത്തിൽ ഒരു ദുരൂഹത സൃഷ്ടിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കേരളത്തിൽ നിന്നുള്ള മുഴുവൻ കോൺഗ്രസ് നേതാക്കളും എത്തിയിരുന്നു. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ എ കെ ആന്റണിയുടെ നേതൃത്വത്തിൽ തന്നെ എല്ലാവരും പല സമയത്തായിട്ടാണെങ്കിലും ഈ സമയത്ത് എത്തിയിരുന്നു. അവരെല്ലാം അതിൽ പങ്കെടുക്കാൻ അനുശോചനത്തിനായി എത്തിയിരുന്നു. ശശി തരൂരിനെ ദുഃഖം പങ്കിടുകയും ചെയ്തു. പക്ഷേ സാധാരണഗതിയിൽ എപ്പോഴും വളരെ ഒരു അപ്രസക്തരായ അല്ലെങ്കിൽ താരതമ്യേന അപ്രസക്തരായ ആളുകളുടെ മരണത്തിന് പോലും അനുശോചനം അറിയിക്കുന്ന ഒരു പാർട്ടി, ഒരു നേതൃവൃന്ദം അതിന് തയ്യാറായില്ല എന്നുള്ളത് അത്ഭുതമാണ്. ശശി തരൂർ പ്രതിനിധീകരിക്കുന്ന പക്ഷേ ഇത് കേന്ദ്രമന്ത്രി പള്ളം രാജു അദ്ദേഹം എത്തിയിരുന്നു. മൊഹ്സിന കിദ്വായി അവർ ശശി തരൂരിൻ്റെ വസതിയിൽ എത്തിയിരുന്നു. ഗുലാം നബി ആസാദ് ആശുപത്രിയിൽ എയിംസിൽ പോയിരുന്നു. അതൊക്കെ കോൺഗ്രസ് നേതാക്കൾ ശശി തരൂരിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരാൻ എത്തിയതിൻ്റെ തെളിവായി നമുക്ക് കണ്ടുകൂടെ? അതുതന്നെയാണ് പറയാനായിട്ട് വന്നിരുന്നത്. കാരണം ശശി തരൂർ പ്രതിനിധീകരിക്കുന്ന മാനവ വിഭവശേഷി വകുപ്പിൻ്റെ ക്യാബിനറ്റ് മന്ത്രിയാണ് പള്ളം രാജു. ഒരു മന്ത്രി അല്ലെങ്കിൽ തൻ്റെ ജൂനിയറായിട്ടുള്ള മന്ത്രിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്താൻ അദ്ദേഹം നഗരത്തിൽ എത്തിയില്ലായിരുന്നുവെങ്കിൽ അത് ഇതിനേക്കാൾ വലിയൊരു വാർത്തയാവുകയും അത് കൂടുതൽ വിവാദങ്ങളിലേക്ക് പോവുകയും ചെയ്യുമായിരുന്ന ഒരു കാര്യമായിരുന്നു. അതേപോലെ തന്നെ ആരോഗ്യ മന്ത്രി ഗുലാം നബി ആസാദ് എത്തിയത് എയിംസ് ആസ്പത്രിയിലാണ്. അത് പോസ്റ്റ്മോർട്ടം നടക്കുന്ന സമയത്താണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. മൊഹ്സിന കിദ്വായി മാത്രമാണ്, അല്ലെങ്കിൽ മൊഹ്സിന കിദ്വായും ഷീല ദീക്ഷിതും രണ്ടുപേരും ഇവിടെ ഡൽഹിയിൽ ഉണ്ടായിരുന്ന നേതാക്കളാണ്. പക്ഷേ അതിൽ കൂടുതൽ ഒന്ന് സാധാരണഗതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. നമ്മൾ ഡൽഹിയിൽ വർഷങ്ങളായി കോൺഗ്രസിൻ്റെ പ്രവർത്തനം കാണുന്നതാണ്. കഴിഞ്ഞ 7-8 വർഷങ്ങളായി അടുത്തു നിന്ന് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ കാണാനായിട്ട് സാധിച്ചിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ ഒരു സാധാരണഗതിയിൽ ഒരു മരണത്തോട് അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി മരണത്തോടുള്ള ഒരു പ്രതികരണം കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന്, നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയല്ല ഉണ്ടാകുന്നത് എന്നുള്ളത് മാത്രമാണ്. മാത്രമല്ല ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് സോണിയാഗാന്ധി ശശി തരൂരിൻ്റെ വസതിയിൽ സന്ദർശനം നടത്തി എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതെ, ഞാൻ പറഞ്ഞത് നേരത്തെ ഇത് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ ഈ മൃതദേഹമായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ച തരത്തിലേക്കുള്ളൊരു പ്രതികരണം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് ഇതില്ലാതിനെ തുടർന്ന് കഴിഞ്ഞ 1 മണിക്കൂറായി പല സ്ഥിതിയിൽ ദേശീയ മാധ്യമങ്ങളടക്കം ഈ കോൺഗ്രസിൻ്റെ വിട്ടുനിൽക്കൽ ഒരു ചർച്ച ചെയ്യുക കൂടി ചെയ്തിരുന്നു. അതിനെ തുടർന്നാണോ ഇനിയിപ്പോൾ കോൺഗ്രസ് അധ്യക്ഷ എത്തിയതെന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ആ ഒരു ദയവായി തുടരുക. ഡോക്ടർ സഞ്ജയിലേക്ക്. ഡോക്ടർ സഞ്ജയ്, സാധാരണ നിലയ്ക്ക് ഒരു പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ മരണകാരണം വ്യക്തമാകേണ്ടതല്ലേ? അത്തരം വ്യക്തമാകലുകൾക്ക് അപ്പുറത്ത് അത്തരം കണ്ടെത്തലുകൾ എന്തെങ്കിലും ഇന്ന് എയിംസിലെ ഡോക്ടർമാർ വാർത്താസമ്മേളനം നടത്തി അല്ലെങ്കിൽ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതായി താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടോ? ഒരു മുറിവ് കാരണമോ അല്ലെങ്കിൽ ഒരു ഇഞ്ചറി കാരണം ആണ് മരണം എങ്കിൽ എന്ന് വെച്ചാൽ ഒരു ഇഞ്ചറി സഫിഷ്യൻറ്റ് ടു കോസ് ഡെത്ത്, ഒരു മരണം ഉണ്ടാവാനായിട്ട് മാത്രം ഉള്ള ആഴത്തിലോ അല്ലെങ്കിൽ അതിന് മാത്രമായിട്ടുള്ള ഒരു ഇൻറ്റൻസിറ്റി ഉള്ള ഒരു ഇഞ്ചറി, അങ്ങനത്തെ ഒരു ഇഞ്ചറി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് പരിശോധനകൾക്ക് വലിയ പ്രസക്തിയില്ല. അപ്പം ഒരു പക്ഷേ ഈ ഒരു കേസിൽ ഇപ്പം മാധ്യമങ്ങളിലുള്ള ഇൻഫോർമേഷൻ ഡെഫിനറ്റ്ലി ഇൻകംപ്ലീറ്റ് ആണ്. ഡെഫിനറ്റ്ലി പോലീസ് എല്ലാ കാര്യങ്ങളും ഫോർ ഓബ്വിയസ് റീസൺസ് മാധ്യമങ്ങൾക്ക് എല്ലാ ഇഞ്ചറീസും എല്ലാ ഡീറ്റെയിൽസും കൊടുക്കാൻ സാധിക്കില്ല അവർക്ക്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഇൻകംപ്ലീറ്റ് ഒരു ഇൻഫോർമേഷന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റില്ല. പക്ഷേ എന്നാൽ പോലും പറയാവുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണെന്ന് വെച്ചാൽ ഒരു സഫിഷ്യന്റ് ടു കോസ് ഡെത്ത് ഉള്ള ഒരു ഇഞ്ചറി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് ഇൻവെസ്റ്റിഗേഷൻസ് വലിയ പ്രസക്തി ഇല്ലാത്ത രീതിയിൽ നമുക്ക് തീർച്ചയായിട്ടും ഇന്ന ഇഞ്ചറി കൊണ്ടാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് സാധാരണ രീതിയിൽ പറയാൻ പറ്റേണ്ടതാണ്. അപ്പം ഡോക്ടർ സഞ്ജയ്, താങ്കൾ സൂചിപ്പിക്കുന്നത് വിഷാംശം അകത്ത് ചെന്നിട്ട് ഉണ്ടാകുന്ന അത്യാഹിതമാണെങ്കിൽ അല്ലെങ്കിൽ മരുന്നുകൾ അമിതമായി കഴിച്ചിട്ട് ഉണ്ടാകുന്ന അത്യാഹിതമാണെങ്കിൽ അതൊക്കെ മനസ്സിലാകുന്നതിന് ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമേ സാധിക്കൂ. യെസ്, പരിക്ക് കൊണ്ടുള്ള ഇഞ്ചറി ആണ് നമുക്ക് അല്ലെങ്കിൽ ഇഞ്ചറീസ് കൊണ്ടുള്ള മരണം ആണെന്ന് ഉറപ്പില്ലാത്ത പക്ഷം
ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കഴുത്തിൽ ചെറിയ മൈനർ ഇഞ്ചറീസ് ഉണ്ടെന്ന് കരുതുക. ഈ കേസല്ല, ഏതെങ്കിലും ഒരു കേസിന്റെ കാര്യം കരുതുക. അപ്പൊ അത്തരം സിറ്റുവേഷനിൽ ഒരു ഹെവി ഡോസ് ഓഫ് സെഡേറ്റീവ്സ്, വളരെ ഒരു ഹൈ ഡോസ് ഓഫ് സെഡേറ്റീവ്സ് ഉണ്ട്, കഴുത്തിൽ ചെറിയ ഇഞ്ചറീസ് ഉണ്ടെങ്കിൽ നാച്ചുറലി ഒരു ഉറങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ പ്രതികരിക്കാൻ ഒരു ശേഷിയില്ലാത്ത ഒരവസ്ഥയിൽ ചെറിയ ഇഞ്ചറീസ് പോലും സിഗ്നിഫിക്കന്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇന്റർപ്രിട്ടേഷൻ ആണോ ഉദ്ദേശിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്റർനാഷണലി കാണപ്പെട്ട കണ്ടുവരുന്ന കാര്യങ്ങളാണ് എന്ന് വെച്ചാൽ ഇങ്ങനെ സെലിബ്രിറ്റി ഡെത്ത്സ് അല്ലെങ്കിൽ ഒരു ഹൈ പ്രൊഫൈൽ ഡെത്ത്സിലൊക്കെ ഇൻ ഹോട്ടൽ റൂംസ് പലപ്പോഴും ഒരു ഓവർ ഡോസേജിനുള്ളൊരു സാധ്യത പലപ്പോഴും കണ്ടുവന്നിട്ടുണ്ട്. ലൈക്ക് ജമൈക്കയിൽ നടന്ന ബോബ് വൂൾമറുടെ ഡെത്ത് ആയിക്കോട്ടെ, അങ്ങനത്തെ പല മൈക്കിൾ ജാക്സൺ, അത്തരം കാര്യങ്ങൾ മറ്റേ സെലിബ്രിറ്റി ഡെത്ത്സിൽ അത് നമ്മൾ ഡെഫിനറ്റ്ലി റൂൾ ഔട്ട് ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ചും ഞാൻ മനസ്സിലാക്കുന്നത് ഷി വാസ് ബിറ്റ് അപ്സെറ്റ്, കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ഭക്ഷണം ശരിക്കും കഴിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം അത്തരം ഒരു സാഹചര്യത്തിൽ ഒരു ഓവർ ഡോസ് അല്ലെങ്കിൽ ഒരു മരുന്ന്, ഒരു സാധാരണ ഇപ്പോൾ ആന്റി ഡിപ്രസൻസ് എന്നൊക്കെ ഞാൻ മീഡിയയിൽ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ആന്റി ഡിപ്രസൻസ് ചില മരുന്നുകൾ ഹാർട്ടിനെ അഫക്ട് ചെയ്യുന്ന, ഇപ്പോൾ ഒരു ചെറിയൊരു എന്ന് വെച്ചാൽ ഒരു തെറാപ്യൂട്ടിക് ഡോസും ഒരു ഫേറ്റൽ ഡോസും തമ്മിൽ വലിയ മാർജിൻ ഡിഫറൻസ് ഇല്ലാത്ത ചില മരുന്നുകളുണ്ട്. ആൻഡ് പ്രത്യേകിച്ചും കുറച്ച് ഓവർ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഇരിക്കുന്ന ഒരു അവസ്ഥയിലൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ ചിലപ്പം ഇത്തരം മരുന്നുകൾ ഫേറ്റലായിട്ട് മാറാം. കുറച്ചൊരു സഞ്ജയ്, ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും സുധീർ ഗുപ്ത മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞത് ആന്തരാവയവങ്ങളുടെ സാമ്പിളുകൾ എടുത്തു എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം പ്രത്യേകമായി എടുത്തു പറഞ്ഞത് ഹൃദയത്തെ ബാധിക്കുന്ന തരത്തിൽ എന്തെങ്കിലും മരുന്നുകളുടെ ഉപയോഗം ഉണ്ടായിട്ടുണ്ടോ എന്ന പരിശോധന ഉദ്ദേശിച്ചിട്ടായിരിക്കണം അദ്ദേഹം ഹൃദയത്തെ ബാധിക്കുന്ന സാമ്പിളുകൾ കൂടി അല്ലെങ്കിൽ ഹൃദയ പരിശോധന ആവശ്യമായ സാമ്പിളുകൾ കൂടി എടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പ്രത്യേകം സൂചിപ്പിച്ചത്. അത് എനിക്ക് അതിൽ ഒരു ക്ലാരിറ്റി അത്ര കിട്ടിയില്ല. കാര്യം വെച്ചാൽ ഇനി ഹൃദയത്തിന്റെ ഭാഗം അല്ലെങ്കിൽ ഹൃദയം പരിശോധനയ്ക്ക് എടുത്തിട്ടുണ്ടെന്നാണോ അല്ലെങ്കിൽ ഹൃദയത്തിനെ ബാധിക്കുന്ന മരുന്നുകളുടെ പരിശോധനയാണോ ഉദ്ദേശിച്ചത്? ഇപ്പൊ ഹാർട്ടിനെ ബാധിക്കുന്ന അസുഖങ്ങളുണ്ട്. അത് ചിലപ്പം നമുക്ക് നേക്കഡായി പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ഒരു അവസ്ഥയാണല്ലോ. അപ്പോൾ ചിലപ്പോൾ ഹാർട്ടിൽ നിന്ന് ചെറിയ പോർഷൻസ് എടുത്തിട്ട് പെത്തോളജി പരിശോധന, ഹിസ്റ്റോപെത്തോളജി പരിശോധന എന്ന് പറയും. മൈക്രോസ്കോപ്പ് അത് എന്താ പറയുക കട്ട് ചെയ്ത് സ്റ്റെയിൻ ചെയ്ത് മൈക്രോസ്കോപ്പിക് പരിശോധന, പെത്തോളജി പരിശോധന, ഹിസ്റ്റോപെത്തോളജി പരിശോധന എന്ന് പറയും. അപ്പോൾ ഒരു പക്ഷേ ഇനി എന്തെങ്കിലും നാച്ചുറൽ ഹൃദയത്തിനെ ബാധിക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും മയോകാർഡൈറ്റിസോ അങ്ങനത്തെ ഏതെങ്കിലും അസുഖം ആണോ ഇതിന് കാരണം, അതിനെക്കുറിച്ച് ഒരു ഉറപ്പ് ഇല്ലാത്ത ഒരു അവസ്ഥയിൽ അങ്ങനത്തെ പരിശോധനകൾ കൂടി നടത്താറുണ്ട്. അപ്പം കെമിക്കൽ പരിശോധന അറിയാലോ നമുക്ക്, മറ്റേ വിഷാംശമുണ്ടോ, ഡ്രഗ്സിന്റെ ഓവർഡോസ് ഉണ്ടോ, അത്തരം കാര്യങ്ങൾ. അപ്പോൾ ഒരു പക്ഷേ ചിലപ്പം ഹിസ്റ്റോപെത്തോളജി പരിശോധനയും കെമിക്കൽ പരിശോധന രണ്ടും നടക്കുന്നുണ്ടാവാം. ഡോക്ടർ സഞ്ജയ് മടങ്ങിയെത്താം. വി എസ് സുനിൽകുമാറിലേക്ക് ഒരിക്കൽ കൂടി. ശ്രീ സുനിൽകുമാർ, ഇന്നലെ ഈ മരണവിവരം പുറത്തു വന്നതിന് ശേഷം പോലീസിന്റെ ഭാഗത്തു നിന്ന് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് വിശദമായ വാർത്തകൾ പുറത്തു വന്നിരുന്നു. സുനന്ദ പുഷ്കർ താമസിച്ചിരുന്ന ഹോട്ടൽ നില പൂർണ്ണമായും സീൽ ചെയ്തിരിക്കുന്നു. അവിടുത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുന്നു. ഹോട്ടൽ ജീവനക്കാരിൽ നിന്ന് മൊഴിയെടുക്കുന്നു. അങ്ങനെ ഏതാണ്ടെല്ലാം പഴുതടച്ച അന്വേഷണം നടക്കുന്നു എന്ന രീതിയിലുള്ള മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതിന് പിറകെയാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം ഡോക്ടർമാർ സംസാരിച്ചത്. അവർ ഏതൊക്കെ തരത്തിലുള്ള പരിശോധനകൾ നടത്തുന്നു എന്ന വിവരം നൽകിയത്. അതിൻ്റെ റിസൾട്ട് വരാൻ 2 ദിവസം കാത്തിരിക്കേണ്ടി വരും, അതിനുശേഷമേ അന്തിമ റിപ്പോർട്ട് നൽകാനാവൂ എന്ന വിവരവും നൽകുന്നത്. ഒരുപക്ഷെ മരണത്തെക്കുറിച്ചുള്ള ദുരൂഹതകൾ, അതേക്കുറിച്ചുള്ള സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെടുന്നതിന് മുമ്പ് ഈ അന്വേഷണങ്ങളുടെ ഫലം വരുന്നതുവരെ കാത്തിരിക്കേണ്ടതല്ലേ സാധാരണ നിലയ്ക്ക്? വി സുനിൽകുമാറിലേക്ക് മടങ്ങിയെത്താം. അദ്ദേഹം ഇപ്പോൾ ടെലിഫോൺ ലൈനിലില്ല. ഒരിക്കൽ കൂടി ഡോക്ടർ സഞ്ജയിലേക്ക്. സഞ്ജയ്, നേരത്തെ സൂചിപ്പിച്ചു ഓവർഡോസ് ഡ്രഗ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അബോധാവസ്ഥയിലാണെങ്കിൽ ചെറിയ ഒരു മുറിവ് പോലും, പ്രത്യേകിച്ച് കഴുത്തിലേതാണെങ്കിൽ അത് മാരകമാകാം എന്ന് താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി. അത്തരമൊരു സൂചന ഇവിടെ നമുക്ക് ഈ ഡോക്ടറുടെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുമോ? പ്രത്യേകിച്ച് ചെറിയ പരിക്കുകളാണെങ്കിൽ ഒരുപക്ഷെ ഡോക്ടർമാർ അത് മാധ്യമങ്ങളോട് സംസാരിക്കവേ സൂചിപ്പിക്കേണ്ട കാര്യം തന്നെയില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് പരാമർശിച്ചു പോയാൽ മതി. ഡോക്ടർ തന്നെ സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഈ പരിക്കുകൾ മരണത്തിന് പരിക്കുകളുടെ എണ്ണമല്ല, മറിച്ച് അത് ഫെയ്റ്റൽ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് പ്രധാനം എന്ന് ഡോക്ടർ സുധീർ ഗുപ്ത തന്നെ പറയുകയുണ്ടായി. ഞാൻ കേട്ടിടത്തോളം കഴുത്തിൽ ഇഞ്ചറി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഒരു സ്ഥലത്തും പറഞ്ഞു കേട്ടില്ല. അതുകൊണ്ട് തന്നെ കഴുത്തിലായിരുന്നു ഇഞ്ചറി എന്ന് എനിക്ക് അറിഞ്ഞൂടാ.
കഴുത്തിലാണ് ഇഞ്ചുറി എങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ വളരെ എന്താ പറയുക കെയർഫുൾ ആയിട്ട് ഓട്ടോപ്സി ആൻഡ് അതിന്റെ ഇന്റർപ്രിട്ടേഷന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. ആൻഡ് ഈ ഡ്രഗ് ഓവർഡോസ് എന്ന് വെച്ചാൽ സാധാരണ ഇതിൽ പോയ്സണിങ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷനിലെ നമ്മുടെ കേരളത്തിൽ നമ്മൾ സാധാരണ കണ്ടുവരുന്ന പോയ്സൺസ് എക്കാലക്സ് എന്ന് വെച്ചാൽ ഈ കീടനാശിനികളൊക്കെയാണ്. അപ്പം ഈ സെലിബ്രിറ്റി ഓവർഡോസ് അല്ലെങ്കിൽ പോയ്സണിങ്സിലൊക്കെ സാധാരണ രീതിയിൽ ഇന്റർനാഷണലി അത്തരം കാര്യങ്ങളല്ല കണ്ടുവരുന്നത്. യൂഷ്വലി ഇൻ കോമ്പിനേഷൻ വിത്ത് ആൽക്കഹോൾ ആൻഡ് സെഡേറ്റീവ്സ്, ഹിപ്നോട്ടിക്സ്, ആന്റി ഡിപ്രസൻസ്, ഇത്തരം കാര്യങ്ങൾ ഒരു ഡെഡ്ലി കോമ്പിനേഷൻ അല്ലെങ്കിൽ ഡെഡ്ലി കോക്ടെയിൽ ആയിട്ടാണ് വരിക. ഇപ്പം ഈ കേസിൽ എന്താണ് അവർക്കുള്ള സസ്പിഷൻ, ഒരു ആന്റി ഡിപ്രസൻസ് കഴിച്ചിരുന്നു, അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ മീഡിയയിൽ ഞാൻ കേട്ടു. ഡോക്ടർ സഞ്ജയ്, ഒരുപക്ഷെ അത്തരം കോമ്പിനേഷൻ ആണെങ്കിൽ അത് പരിശോധനയിൽ സാധാരണ നിലയ്ക്കുള്ള പരിശോധനയിൽ കണ്ടെത്തുക പ്രയാസമായിരിക്കും. രാസപരിശോധനാ ഫലം വരേണ്ടി വരും അത് എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ. തീർച്ചയായിട്ടും വി എസ് സുനിൽകുമാർ ഉണ്ട് ടെലിഫോൺ ലൈനിൽ. ഇപ്പോൾ ശ്രീ വി എസ് സുനിൽകുമാർ, നേരത്തെ താങ്കളോട് ചോദിച്ചത് ഈ മരണവിവരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് ശേഷം പോലീസ് അന്വേഷണത്തെക്കുറിച്ച് വിശദമായ റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾക്ക് ലഭിച്ചിരുന്നു. സുനന്ദ പുഷ്കർ താമസിച്ചിരുന്ന മുറി അടങ്ങുന്ന ഹോട്ടൽ നില കംപ്ലീറ്റ് ആയി സീൽ ചെയ്തിരിക്കുന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു. ഹോട്ടൽ ജീവനക്കാരിൽ നിന്ന് മൊഴിയെടുക്കുന്നു. അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ അതിൻ്റെ ആന്തരികാവയവ പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നു. അതിൻ്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ വ്യക്തമായ നിഗമനങ്ങളിലേക്ക് എത്താൻ കഴിയൂ എന്ന് പറയുന്നു. പഴുതടച്ചുള്ളൊരു അന്വേഷണം നടക്കുന്നു എന്ന പ്രതീതി ജനിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫലം വന്നതിന് ശേഷം അതിലെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഒരു അന്വേഷണത്തിന് ആവശ്യപ്പെടുക, അതല്ലേ കുറെ കൂടെ യുക്തിഭദ്രമായ രീതി? എന്നോടാണോ? അതെ, വി എസ് സുനിൽകുമാർ. ഇതിന് കാത്തിരിക്കേണ്ട കാര്യമെന്ന് തോന്നില്ല. കാരണം ഈ അന്വേഷണം എന്തായാലും ആവശ്യമാണ്. അത് രാഷ്ട്രീയമായിട്ട് കാണുമ്പോഴാണ് അന്വേഷണം ആവശ്യപ്പെടുന്നതിൽ അന്വേഷിച്ചും തോന്നേണ്ട കാര്യമുള്ളൂ. ഇത് രാഷ്ട്രീയമായിട്ട് പറയുന്ന കാര്യം മാത്രമല്ല. ഇത് ഞാനൊരു കാര്യം പറഞ്ഞ് നിങ്ങൾ ആരും ചർച്ച ചെയ്തില്ല. കാരണം ഇന്നത്തെ നമ്മുടെ നാട്ടിലുള്ള സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമത്തില് ഒരു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കല്യാണം കഴിച്ച 7 വർഷത്തിനുള്ളിൽ ഭാര്യ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അത് വളരെ ഗുരുതരമായി ഭർത്താവിനെതിരായിട്ടുള്ള കേസായിട്ട് രൂപാന്തരപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പൊ തന്നെ നിലനിൽക്കുകയാണ്. ഈ മരണകാരണം കൊലപാതകമാണെങ്കിലും അല്ലെങ്കിൽ ഇത് ആത്മഹത്യയാണെങ്കിലും ഇത് ഗുരുതരമായ ഒരു നിയമപ്രശ്നമായിട്ട് മുന്നിൽ നിൽക്കുകയാണ്. ഇത് കേന്ദ്രമന്ത്രിയായിട്ടുള്ള ഒരാളാണ്. മാത്രമല്ല ഇവിടെ നേരത്തെ സൂചിപ്പിച്ചവർ അവർ എന്തെങ്കിലും മരുന്ന് കഴിച്ചിട്ടാണോ എന്താണെങ്കിലും ശരി, അതിനു മുമ്പായി ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷനെ സംബന്ധിച്ചുള്ള ഒരു ആരോപണവും അതിനെക്കുറിച്ചുള്ള മറുപടിയും തുടർന്നുള്ള നിരവധിയായിട്ടുള്ള ദുരൂഹമായിട്ടുള്ള പ്രസ്താവനകളൊക്കെ വന്നിട്ടുണ്ട്. ഇന്നിപ്പോ CNN TV-യില് അവർ കൊടുത്തൊരു സംഭാഷണം ടെലികാസ്റ്റ് ചെയ്യുന്നത് ഞാൻ തന്നെ കേട്ടതാണ്. അപ്പൊ അതിലെല്ലാം തന്നെ ഈ ട്വിറ്ററിലാണെങ്കിലും ഫേസ്ബുക്കിലെല്ലാം കൂടി വരുന്ന അവർ തമ്മിലുള്ള ഈ സംഭാഷണങ്ങളും അവരുടെ പ്രതികരണങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം വെച്ച് ട്വിറ്ററിൽ അവർ പറഞ്ഞൊരു കാര്യം അവരെ ഹാക്ക് ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ ഹാക്ക് ചെയ്തു എന്ന് പറയുന്നതിന് 10 ദിവസം മുമ്പ് തന്നെ അവർ ചില വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. ആ വെളിപ്പെടുത്തലുകൾ ഇവര് എല്ലാ ദിവസവും ട്വിറ്ററിലൂടെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷം പ്രതി പോലും ഇവർ മരിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ശശി തരൂർ 8 മണിക്കാണ് അദ്ദേഹത്തിന്റെ ട്വിറ്ററിലൂടെ പറയുന്നത് എന്റെ ഭാര്യ സുഖമില്ലാതിരിക്കുന്നു. അപ്പൊ സുഖമില്ലാത്തൊരു ഭാര്യ അദ്ദേഹത്തിനാണ് ഹോട്ടൽ താമസിപ്പിച്ചെന്ന് അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോ വളരെ ഗുരുതരമായ രോഗമാണ് അവർക്ക് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് 7 സ്റ്റാർ സൗകര്യമുള്ള ആശുപത്രികൾ പോലും നമ്മുടെ രാജ്യത്ത് ലഭ്യമാണ്. പ്രത്യേകിച്ച് ന്യൂഡൽഹിയിൽ ഒരു കേന്ദ്രമന്ത്രിയാണെങ്കിൽ വളരെ ഗൗരവമായിട്ടുള്ള എല്ലാ സൗകര്യത്തോടും കൂടി തന്നെ കൊണ്ടുപോകുന്നതാണ്. അപ്പൊ അങ്ങനെയൊന്നും അദ്ദേഹം എന്തുകൊണ്ട് ചെയ്തില്ല? ഇതൊക്കെ സാധാരണ ജനങ്ങൾക്കിടയിൽ വരുന്ന ഒരു ദുരൂഹതയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന് ടെലിഫോണിൽ. അവസാനമായി ശ്രീജിത്ത്, പോലീസ് ഇനി നിയമപരമായി സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? അന്വേഷണം ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യത? പോലീസിന്റെ നടപടികൾ എന്തൊക്കെ? ശശി തരൂരിൽ നിന്ന് മൊഴിയെടുക്കും, അദ്ദേഹത്തെ ചോദ്യം ചെയ്യും എന്നൊക്കെ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. സ്വാഭാവികമായിട്ടും ശശി തരൂരിനെ ചോദ്യം ചെയ്യുക എന്നുള്ള ഒരു നടപടിക്രമത്തിലേക്ക് പോകും. പക്ഷേ പോലീസ് തീർച്ചയായിട്ടും ഒരു പോസ്റ്റ്മോർട്ടത്തിൻ്റെ അന്തിമ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം കോസ് ഓഫ് ഡെത്ത്, മരണകാരണം എന്താണ് എന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രമാണ് ആയിരിക്കും അത്തരം രീതിയിലേക്ക് പോവുക. അത് ഒരു സ്വാഭാവികമായ ഒരു മരണമാണ്. ഒരു രോഗം മൂലമോ ഒരു സാധാരണഗതിയിലുള്ള ഒരു ഹൃദയാഘാതം മൂലമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു മരണമാണെങ്കിൽ ഈ അന്വേഷണം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയും അത്തരം രീതിയിലേക്ക്
ആവശ്യമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളാനാണ് തീർക്കുന്നത്. അതേസമയം ഏതെങ്കിലും തരത്തിലുള്ള ഒരു അൺനാച്ചുറൽ സംഭവം, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡ്രഗ് ഓവർ യൂസോ ഒരു ആത്മഹത്യയോ കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന എന്തെങ്കിലും ഒരു രീതിയിൽ കണ്ടെത്താൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് കഴിയുകയാണെങ്കിൽ സ്വാഭാവികമായി അന്വേഷണം പല തരത്തിലേക്കും പല ഗതികളിലേക്കും മാറും എന്നുള്ളതാണ് നമ്മൾ പോലീസ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രത്യേകിച്ചും ഇവർ തമ്മിലുള്ള ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള ഒരു ട്വിറ്ററിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും നടന്നിട്ടുള്ള ഒരു വെളിപ്പെടുത്തലിനിടെയും അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ചും വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഒരു ഭാഗത്ത് ഉന്നയിച്ചിട്ടുണ്ട്. അത് പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട് ISIയുമായി ബന്ധപ്പെട്ട ഒരു ഭാഗത്തുള്ള ആരോപണം നടക്കുന്നു. അതേസമയത്ത് മറുഭാഗത്ത് ഈ ഹോട്ടൽ മുറിയെടുത്തത് മുതൽ ഉള്ള കാര്യങ്ങളിൽ പല സമയത്തും പുറത്തു വന്നിട്ടുള്ള ആശയങ്ങളിൽ അല്ലെങ്കിൽ പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങളിലുള്ള അവ്യക്തതകൾ, അത് തമ്മിലുള്ള കൂടിച്ചേരലുകൾ, ഇല്ലായ്മകൾ, രോഗം സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ, ഇത് തുടങ്ങിയിട്ടുള്ള ഒരു പല രീതിയിലേക്ക് നീളുന്ന പല പ്രശ്നങ്ങളും പ്രത്യേകിച്ചും UAEയിൽ നേരത്തെ ഒരു IPL ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ലാൻഡ് ഡീൽ നടത്തിയിരുന്ന ആളാണ്, ബിസിനസ് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന ആളാണ്. അങ്ങനെ പല തരത്തിലും പല രീതിയിലും ഒരു വിന്യസിക്കുന്ന തരത്തിൽ പല വിഭാഗത്തിലേക്ക് നീങ്ങുന്ന തരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കും. പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. കോൺഗ്രസും കേന്ദ്ര സർക്കാരും ഇതിനെ ഗൗരവമായിട്ട് തന്നെയാണ് കാണുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്ന വിവരം. ശ്രീജിത്ത്, നന്ദി വളരെ വിവരങ്ങൾ നൽകിയതിന്. ഒപ്പം ഡോക്ടർ സഞ്ജയ്, T. ശരചന്ദ്ര പ്രസാദ്, VS സുനിൽകുമാർ ഈ ചർച്ചയിൽ സഹകരിച്ചതിന് നന്ദി അറിയിക്കുന്നു.